ശീമോൻ പത്രോസിൻ്റെ പടക് യേശു നിറച്ചു. യേശു ആ പടകിനെ ലക്ഷ്യമാക്കി നടന്നു വന്നു. പത്രോസിനോട് പറഞ്ഞു, അല്പം കരയിൽ നിന്ന് അല്പം നീക്കണം, മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസ് അനുസരിച്ചു. അവിടെ നിന്നുകൊണ്ട് യേശു ജനത്തെ ഉപദേശിച്ചു. അതിനുശേഷം പറഞ്ഞു, ആഴത്തിലേക്ക് വല ഇറക്കുവിൻ. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. എങ്കിലും നാഥൻ്റെ വാക്ക് കേട്ട് ഞാൻ ഇറക്കുകയാണെന്ന് പറഞ്ഞു. ആഴത്തിലേക്ക് വലയിറക്കി പെരുത്ത മീൻകൂട്ടത്തെ ലഭിച്ചു. അതെന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു സമൃദ്ധി, ഇതുപോലൊരു നിറവ് നമുക്ക് ലഭിക്കാത്തത് എന്നൊരു ചോദ്യം ഹൃദയത്തിനകത്ത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. പത്രോസിനോട് ആദ്യം പറഞ്ഞു അല്പം നീക്കുക. പത്രോസ് അതനുസരിച്ചു അല്പം നീക്കി. അതിനുശേഷം പറഞ്ഞു ആഴത്തിലേക്ക് വല ഇറക്കുക. ഈ അല്പം നീക്കിയ സ്ഥലത്തുനിന്ന് ആഴത്തിലേക്ക് വല ഇറക്കണമെങ്കിൽ ഈ കടലിൻ്റെ മധ്യഭാഗത്തോളം വരേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ആ നിലവാരത്തിൽ നിന്നും ഇച്ചിരിയും കൂടെ മാറ്റിയാൽ മാത്രമേ ആഴത്തിലേക്ക് വല ഇറക്കുവാൻ സാധ്യമാകൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെങ്കിൽ വലയിടുന്നവരായിരിക്കാം, സുവിശേഷം അറിയിക്കുന്നവരായിരിക്കാം, ആത്മാക്കളെ ലഭിക്കാത്തതിൻ്റെ ഒരു ദുഃഖം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. പറയട്ടെ, ആഴത്തിലേക്ക് ഇപ്പം നിൽക്കുന്ന ആ നിലവാരത്തിൽ നിന്ന് അല്പം കൂടെ ആഴത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ വിശ്വാസം വർധനവ്, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഇച്ചിരിയും കൂടെ ആഴത്തിലേക്ക് ഇറക്കുവാൻ തുടങ്ങുമ്പോൾ പെരുത്ത മീൻകൂട്ടങ്ങളെ നമുക്ക് ലഭിക്കും. ആത്മാക്കളെ തന്ന ദൈവം നമ്മളെ മാനിക്കും. നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ യേശുനാഥൻ നമ്മളെ കൊണ്ട വൻ കാര്യങ്ങളെ ചെയ്യിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.